മതങ്ങളെപ്പറ്റിയും മതങ്ങളുടെ ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യും. ഇസ്ലാമിക് റിലീജിയൻ്റെ ചില കാര്യങ്ങളും ചില ക്യാരക്ടറിസ്റ്റിക്സും അതിലുണ്ടാകുന്ന ചില ന്യൂനതകളെക്കുറിച്ചും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇസ്ലാമിക് റിലീജിയൻ ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലീജിയൻ. കമ്മ്യൂണിറ്റിയിൽ അധിഷ്ഠിതമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിനപ്പുറം, ഒരു വ്യക്തിയുടെ എക്സിസ്റ്റൻസിനപ്പുറം കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സിസ്റ്റൻസാണ് അതിൽ കൂടുതൽ കാറ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ എക്സിസ്റ്റൻസ് അതിലൊരു മിനിയേച്ചർ നേച്ചറാണ്. അതിനെ ഒരു പൂർണ്ണമായിട്ടൊരു വ്യക്തിയുടെ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നതിനും കമ്മ്യൂണിറ്റി താല്പര്യപ്പെടുന്നില്ല. കാരണം അങ്ങനെ ഒരു പൂർണ്ണ ഇൻഡിവിജ്വലൈസേഷനിലേക്ക് ആ വ്യക്തി എത്തുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ അവിടെ ഛേദിക്കപ്പെടുകയും കമ്മ്യൂണിറ്റിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഡൈനാമിക്സിലാണ് ഇസ്ലാമിക് റിലീജിയന് മുമ്പോട്ട് പോകുന്നത്. ഇതാണ് മറ്റ് റിലീജിയനുകളിൽ നിന്ന് ഉണ്ടാകുന്ന വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. കാരണം മറ്റ് റിലീജിയൻസിന് ഈ ഒരു യൂണിവേഴ്സൽ നേച്ചറുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇപ്പോൾ അതിലെ പല വാചകങ്ങളുമൊക്കെ എടുത്താൽ പോലും അതിനൊരു യൂണിവേഴ്സൽ നേച്ചറുണ്ട്. അത് പല വിഭാഗങ്ങളാണെങ്കിൽ പോലും അവയൊക്കെ ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു ട്രൂത്തിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക് റിലീജിയനിൽ അതിൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റിയുടെ എക്സിസ്റ്റൻസിലാണ് ദാൻ പുട്ടിങ് ഫോർവേഡ് ആൻ ഐഡിയ ഫോർ ദ വേൾഡ് അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന അവരുടെ ഒരു എക്സിസ്റ്റൻസിനാണ്. ഇതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ബന്ധങ്ങളും ഇവരുണ്ടാക്കുന്ന ട്രാൻസാക്ഷൻസും ഒക്കെ ഈ ഒരു നേച്ചറിലേക്ക്, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ എക്സിസ്റ്റൻസിലേക്ക് ഉതകുന്ന രീതിയിലാണ്. ഈവൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് പോലും അവർ ചെയ്യുന്നത് അവർക്ക് ചേരുന്ന ചില പേഴ്സണാലിറ്റീസ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചില പേഴ്സണാലിറ്റീസിലാണ് അവർ ബിസിനസ് ചെയ്യുന്നതും അവരുമായിട്ടാണ് അവർ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈവൻ ഇൻ എ ബിസിനസ് വേൾഡ്, ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് അവിടെ കോൺട്രാക്ട്സും അവിടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെയാണ് മെയിനായിട്ട് നിൽക്കേണ്ടത് പോലും. എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ളൊരു സെലക്ഷൻ ഉണ്ടാകുന്നത്? കാരണം ഓരോന്നും കമ്മ്യൂണിറ്റിയുടെ എക്സ്റ്റൻഷനായിട്ടാണ് അവർ കരുതുന്നത്. ഓരോ ഇടപാടുകളും കമ്മ്യൂണിറ്റിയുടെ എക്സ്റ്റൻഷനായിട്ട് കരുതുകയും അവരിലൂടെ കമ്മ്യൂണിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ അൺനോയിങ്ലി പ്രോഗ്രാംഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരു കേറ്ററിങ് ഇവർ സെലക്ട് ചെയ്യുന്ന വ്യക്തിയിലൂടെ ലോകത്തിന് ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത്. ഈവൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, the people who are belonging to the Islamic faith, the manager used to select people who he share a personal love, or whom he can relate beyond an idea or beyond any other transactions that are related to the business. He used to select people who are adjunct with their community, and they used to invest in such people. So the underlying idea is that ഇങ്ങനെ ചെയ്യുന്ന വഴി അത് കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വ്യക്തിയിലൂടെ ഉണ്ടാകുകയും ലോകത്തിനുണ്ടാകുകയും അത് കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വളരെ സ്വതവേ ചെയ്തു പോകുന്ന, ഇതൊന്നും ബോധപൂർവം ചെയ്തു പോകുന്നതല്ല. ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ വയേർഡായിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള സെലക്ഷൻസ് ഉണ്ടായി ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഒരു ബോധപൂർവമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനേ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കൊണ്ടുപോവുകയും അതിനെ ഒരു ആൾക്കാരിലേക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്, ഈ വീഡിയോയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ബോധതലത്തിലേക്ക്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരിലും അതൊരു ബോധതലത്തിലേക്ക് ഉയരുകയും അത് അവരിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്, ഉതകത്തുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ളൊരു ടിപ്പിക്കൽ ഫോം ഓഫ് കമ്മ്യൂണൽ റിലേഷൻസ് ആൻഡ് ഇങ്ങനൊരു എക്സിസ്റ്റൻസ് എന്തുകൊണ്ട് ലോകത്തിന് അതൊരു വേണ്ട ഒരു അഡ്വാൻറ്റേജ് നൽകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ തിങ് ഇസ് അത് ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ളൊരു ശ്രമം അതിനകത്തില്ല.
അത് അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഡിസാറ്റിസ്ഫാക്ഷനിലേക്കും അതുവഴി തലമുറയുടെ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുകയും ചെയ്യും. രണ്ടാമത്, വ്യക്തിയുടെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയില്ല എങ്കിൽ അവർക്ക് വേണ്ട ലോകത്തിന് കൊടുക്കേണ്ട ഒരു സംഭാവന, അത് ദൈവം അവരിലൂടെ ആഗ്രഹിക്കുന്ന ഒരു സംഭാവന അവർക്ക് നൽകാൻ സാധിക്കത്തില്ല. അതൊരു ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ആൻ ഐഡിയ ദാറ്റ് കുഡ് ബി പുട്ട് ഫോർവേഡ് ഫോർ ദ വേൾഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള റിലേഷൻ, ഇങ്ങനെയുള്ള സെലക്ഷൻസ് ഒക്കെ ഒരു ഫ്രം എ കമ്മ്യൂണിറ്റി സൈഡ് ഓർ പീപ്പിൾ ബിലോങ്ങിങ് ടു കമ്മ്യൂണിറ്റി നടത്തുന്ന വഴി വാട്ട് ഇറ്റ് കട്ടേൽസ് ഇസ് എ development that could happen to the world and which is against the plan of the world. ലോകത്ത് അത് വെച്ചാൽ വ്യക്തിയുടെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയും ആ വ്യക്തിയിൽ നിന്ന് സംഭാവനകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം ആക്ച്വലി മനുഷ്യൻ്റെ ഒരു നിർമ്മിതിയാണ്, മനുഷ്യൻ്റെ ഒരു ടെമ്പററി ആയിട്ടുള്ള എക്സിസ്റ്റൻസിന് വേണ്ടിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. പക്ഷേ കംപ്ലീറ്റ്ലി എന്താണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയും നമ്മളിൽ നിന്നൊരു ഐഡിയ ലോകത്തിന് എത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വളർച്ചയിലേക്കും ലോകം നീങ്ങണമെങ്കിൽ ദ റിലീജിയൻ ഹാസ് ടു ഫ്രീ പീപ്പിൾ. അത് ആ ഒരു സൈഡിൽ ആദ്യം ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ പോലും അതിനൊരു യൂണിവേഴ്സൽ നേച്ചർ വേണം. ആൻഡ് ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ലാക്കിംഗ് ഇൻ എൻ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ hidden agenda that has to be brought forward, and that is the intention behind this video. Thank you very much.